ഈ പാർട്ടി തിരുത്താൻ ശ്രമിച്ചു, അതിന്റെ ഭാഗമായി അച്ചടക്ക നടപടി നേരിട്ടു. അതിൽ താങ്കൾക്ക് തെല്ലും വിഷമമില്ല, പാർട്ടിയാണ് കറക്റ്റ് ചെയ്യേണ്ടത്, അതെല്ലാ പാർട്ടി പ്രവർത്തകരും ഉള്ളതുപോലെ താങ്കളും സ്വീകരിച്ചു. പക്ഷെ അന്നങ്ങനെ വീഴ്ച വരാനുള്ള കാരണം, അതായത് കൃത്യമായിട്ട് ആ ഓഡിറ്റ് കണക്കുകൾ ഓഡിറ്റ് ചെയ്ത് അത് ബോധ്യപ്പെടുത്തുന്നതിലൊരു വീഴ്ച വന്നത് ഏതു സാഹചര്യത്തിലാണ്? അത് കുഞ്ഞികൃഷ്ണൻ പറയുന്നത് വലിയ ഫണ്ട് തട്ടിപ്പിനെ മറച്ചുവെക്കാൻ ഒരു ചെറിയ ന്യായീകരണം കണ്ടെത്തുകയായിരുന്നു ഈ കൃത്യസമയത്ത് കണക്ക് അവതരിപ്പിച്ചില്ല എന്നുള്ളത്. അതൊരു മറയായിരുന്നു എന്നുള്ളതാണ് കുഞ്ഞികൃഷ്ണന്റെ ആരോപണം. കുഞ്ഞികൃഷ്ണൻ ഉൾപ്പെടെ ഉള്ള ആളുകൾ ഈ കണക്ക് പരിശോധിക്കുന്ന ആളുകളാണ്. ഇയാളെല്ലാം ഇല്ലേ ഈ കമ്മിറ്റിയിലും ഇതിൻ്റെ പ്രവർത്തനങ്ങളിലും അയാൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അന്ന് ഇദ്ദേഹം എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ആരെങ്കിലും ഈ കണക്ക് പരിശോധിക്കുന്നതിൽ ഇദ്ദേഹത്തെ തടഞ്ഞിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇദ്ദേഹം ഓഡിറ്റിംഗ് നടത്തിയിട്ടില്ല ഈ കാര്യങ്ങളൊക്കെ? ആ പാർട്ടി കമ്മിറ്റിയിൽ എത്ര പേര് ഓഡിറ്റിംഗ് നടത്തിയിട്ടുണ്ട്? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, 2018 വരെ നീണ്ടു നിൽക്കുന്ന ഒരു ഫണ്ട് സമാഹരണ പ്രവർത്തനം ഒരു സമ്മാന പദ്ധതിയായിട്ട് ഏരിയ കമ്മിറ്റിക്ക് വേണ്ടി നടത്തിയിരുന്നു. 2018 വരെയാണ്. അതിൻ്റെ കണക്ക് അവതരിപ്പിക്കുന്നത് തീർച്ചയായിട്ടും 2018 കഴിയണം. അപ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള നോട്ട് നിരോധനത്തിൻ്റെ വലിയ പ്രശ്നങ്ങൾ 2016 അവസാനമാണല്ലോ, 17 മുതൽ അങ്ങോട്ടേക്ക് വലിയ പ്രശ്നങ്ങളുണ്ടാക്കി. ആ കണക്കുകളൊക്കെ ക്രമീകരിച്ച് കൊണ്ടുവരുന്നതിന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു നല്ല ടീം അതിനു വേണ്ടിയിട്ട് അധ്വാനിച്ച് പണിയെടുത്തു. അവർ കണക്ക് പിന്നെ സമാഹരിച്ചു. ആ നിലയിലാണ് അത് കുറച്ച് വൈകിയത് തെറ്റാണല്ലോ. തെറ്റായതുകൊണ്ടല്ലേ പാർട്ടി നടപടിയെടുത്തത്. അത് പാർട്ടിയുടെ ശരിയായിട്ടുള്ള തീരുമാനമല്ലേ. ആ തീരുമാനത്തെ ഞങ്ങൾ അംഗീകരിക്കുകയാണ്. എന്തുകൊണ്ട്? സമയത്തിന് കാര്യങ്ങൾ ചെയ്തില്ല. അത് പിന്നീടുള്ളൊരു പരിശോധനയിൽ പാർട്ടി കണ്ടെത്തിയിട്ടുള്ള കാര്യമാണ്. അത് ന്യായമായിട്ടുള്ള കാര്യമാണ്. ഞങ്ങളെ തിരുത്താൻ ഞങ്ങളുടെ പാർട്ടിക്കല്ലാതെ വേറെ ആർക്ക് സാധിക്കും? ഞങ്ങൾ അഭിമാനത്തോടു കൂടി തന്നെയാണ് പറയുന്നത്. എൻ്റെ പാർട്ടിക്ക് അത് സാധിക്കും. ഞങ്ങളുടെയൊക്കെ അത്രയും സൂക്ഷ്മതയോടുകൂടി പരിശോധിക്കുന്ന പാർട്ടിയാണ്. ഞങ്ങളുടെയൊക്കെ വരവും ജീവിതത്തിൻ്റെ കാര്യങ്ങളും സൂക്ഷ്മമായിട്ട് ഓരോ വർഷവും ഓഡിറ്റ് ചെയ്യുന്ന പാർട്ടിയാണ് CPI. ഓഡിറ്റില്ലാത്ത ആളല്ല ഞങ്ങളാരും, തോന്നുന്നത് പോലെ പോകുന്ന ആളുകളല്ല. അപ്പോൾ ഇങ്ങനെ ഇനിയും പറഞ്ഞുകൊണ്ടേയിരിക്കും. സംശയത്തിന് നേരിൽ ആളുകൾ നിർത്തണം എന്നുള്ളതാണ്. എന്തിനാണ് ഇങ്ങനെ എന്നുള്ളത് തീർച്ചയായിട്ടും ചോദിക്കേണ്ട ഒരു കാര്യമാണ്. മധുസൂദനൻ, മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം താങ്കളുടെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വ്യാജ രസീതിനെ കുറിച്ചാണ്. കേട്ടാൽ ആർക്കും എളുപ്പത്തിൽ വിശ്വസിക്കാവുന്നൊരു കാര്യം തന്നെയാണ് കുഞ്ഞികൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത്. അക്കാര്യത്തിൽ എനിക്കും സംശയമുണ്ട്. കാരണം ഒരു തിരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ഒരു വ്യാജ രസീത് ഉണ്ടാവുക, അത് കൈയോടെ പിടിക്കുക. 8ഓളം വ്യാജ രസീത് കുറ്റികൾ അടിച്ചുവെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ 2 എണ്ണം ഹാജരാക്കിയെന്നാണ് കുഞ്ഞികൃഷ്ണൻ പറയുന്നത്. 25 ലീഫ്ലെറ്റുകളുള്ള 2 എണ്ണം പിടിക്കപ്പെട്ടിട്ടുണ്ട്. ഇടത് എന്നെഴുതുന്നതിനകത്ത് ഇടതു എന്നതിൽ വന്നിരിക്കുന്ന ഒരു അക്ഷരത്തെറ്റാണ് യഥാർത്ഥത്തിൽ ഈ വ്യാജ രസീത് കുറ്റി കണ്ടെത്താൻ സഹായിച്ചത്. താങ്കൾ അറിയാതെ അങ്ങനെ ഒരു വ്യാജ രസീത് കുറ്റി പ്രചരിക്കാൻ സാധ്യതയുണ്ടോ? അതൊന്ന്. 2, ബാക്കിയുള്ള 6 രസീത് കുറ്റികൾ എവിടെ? ഒരു രസീത് കുറ്റിയിൽ മാത്രം 23 ലക്ഷം രൂപ പിരിഞ്ഞു കിട്ടിയിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളവയിൽ എത്രയുണ്ടാവും എന്നുള്ളൊരു ചോദ്യം കൂടി കുഞ്ഞികൃഷ്ണൻ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതിനൊരു മറുപടി നൽകാൻ കഴിയും? ഞാൻ കോവിഡ് കഴിഞ്ഞിട്ടാണ്, കോവിഡിൽ വീട്ടിൽ പിന്നെ കിടക്കുന്നൊരു ഘട്ടത്തിലാണ് തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിത്വം പയ്യന്നൂർ മത്സരിക്കേണ്ട കാര്യം പാർട്ടി തീരുമാനിക്കുന്നു. എനിക്കന്ന് പാർട്ടിയുടെ കമ്മിറ്റികൾ പോകാൻ കഴിഞ്ഞിരുന്നില്ല, കോവിഡായി. പാർട്ടി തെരഞ്ഞെടുപ്പിൻ്റെ ഇത് വന്നപ്പോൾ കോവിഡിൻ്റെ വിശ്രമമൊന്നും പൂർത്തീകരിക്കാതെ തന്നെ രംഗത്തിറങ്ങി. തെരഞ്ഞെടുപ്പിന് ഒരു കമ്മിറ്റിയുണ്ട് പാർട്ടിക്ക്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക്. ആ കമ്മിറ്റിയിൽ കുഞ്ഞികൃഷ്ണൻ ഉൾപ്പെടെയുണ്ട്. ഇവരെല്ലാം ചേർന്നിട്ടല്ലേ ഈ പ്രവർത്തനങ്ങൾ നടത്തിയത്. സീറ്റ് അടിക്കേണ്ട കാര്യങ്ങളൊക്കെ തന്നെ ഒരു സ്ഥാനാർത്ഥി തീരുമാനിക്കുന്ന കാര്യമാണ്. സാമാന്യ ബുദ്ധി കൊണ്ട് ആലോചിച്ചാൽ മനസ്സിലാവുന്നൊരു കാര്യമില്ല. പിന്നെ സീറ്റ് മാറ്റിയടിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചിട്ടൊക്കെ പാർട്ടി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞാനായിട്ട് ഉത്തരം പറയേണ്ട ഒരു കാര്യമല്ല അത്. എനിക്ക് വ്യക്തിപരമായിട്ട് ഏതെന്ന നിലയിൽ ബന്ധപ്പെട്ടുള്ളൊരു കാര്യമല്ല. അക്ഷരത്തെറ്റ് വന്നു, റെസീറ്റ് മാറ്റിയടിച്ചു. ആ റെസീറ്റിൽ പിന്നെ ചില റെസീറ്റ് നഷ്ടപ്പെട്ടു എന്നുള്ളത് ഓഫീസ് സെക്രട്ടറി പറഞ്ഞു. അതിന് അദ്ദേഹം ഇതിനെതിരായിട്ട് നടപടി സ്വീകരിച്ചു. ഞങ്ങളാരും എവിടെയെങ്കിലും പോയിട്ട് ഈ പറയുന്ന ഇപ്പോൾ ഡോക്ടർ അരുൺ പറയുമ്പോഴാണ് 23 ലക്ഷം റെസീറ്റിൽ മുറിച്ചിട്ടുണ്ട് എന്നൊക്കെയുള്ള വിവരം മനസ്സിലാക്കുന്നത്. ഞങ്ങളാരും അറിഞ്ഞിട്ട് മനസ്സിലാക്കില്ല. ഞങ്ങളൊക്കെ കയ്യിലേക്ക് പൈസ കൊണ്ട് തരുമ്പോൾ സ്വാഭാവികമായിട്ടും റെസീറ്റ് കൊടുത്തിട്ടല്ലാതെ പൈസ വാങ്ങാൻ പറ്റില്ലല്ലോ. എനിക്ക് പൈസ ഞാൻ റെസീറ്റ് കൊടുക്കാതെ വാങ്ങിയിട്ടുണ്ട്. അത് എൻ്റെ അമ്മയിൽ നിന്നാണ്.
ഞാൻ മത്സരിക്കുന്നു എന്ന് അറിഞ്ഞപ്പോൾ അമ്മയുടെ പെൻഷൻ തുകയിൽ നിന്ന് എനിക്ക് കെട്ടിവെക്കേണ്ട പൈസ തന്നു. ഞാനതിന് റെസീറ്റ് കൊടുത്തിട്ടില്ല. അതെൻ്റെ അമ്മയാണ്. ഞങ്ങളൊന്നും ഒരു നയാ പൈസ പോലും അങ്ങനെ ആരുടെ നിന്നും വാങ്ങിയിട്ട് ഏതെങ്കിലും ഒരു കാര്യം ചൂണ്ടിക്കാണിക്കട്ടെ. ഇത് റെസീറ്റ് എന്നൊക്കെ പറയുന്നത് തെരഞ്ഞെടുപ്പ് മണ്ഡലം കമ്മിറ്റി അതിൽ പിന്നെ റെസീറ്റ് പിന്നെ പോരായ്മയുണ്ടെന്ന് കണ്ടെത്തി മാറ്റിയെടുക്കാൻ ആ കമ്മിറ്റി തീരുമാനിച്ചു. മാറ്റിയടിച്ചു. പാർട്ടി ഇത് പരിശോധിച്ചു, ഓഡിറ്റ് ചെയ്തിട്ടുണ്ട്. അതിലൊന്നും ഏതെങ്കിലും നിലക്കൊരു സംശയം അന്ന് ആരും പറഞ്ഞിട്ടില്ല. അത് വ്യക്തിപരമായിട്ട് ഞാനുമായി ബന്ധപ്പെടുന്ന ഒരു കാര്യമേ അല്ല. ഞാൻ ഉറപ്പിച്ചിട്ട് പറയാണ്. അത് പാർട്ടി കൂട്ടായിട്ടുള്ള ഒരു പാർട്ടി പ്രവർത്തനത്തിന്റെ ഘട്ടത്തിൽ വന്നിട്ടുള്ളൊരു കാര്യമാണ്. താങ്കൾക്ക് ഉത്തരവാദിത്വം ഉണ്ടായിരുന്നില്ല. അത് പാർട്ടി ഓഫീസ് സെക്രട്ടറിയാണ് അത് കൈകാര്യം ചെയ്തിരുന്നത്. പക്ഷേ കുഞ്ഞികൃഷ്ണന്റെ ആരോപണം താങ്കളെ രക്ഷിക്കാൻ വേണ്ടി പാർട്ടി ഓഫീസ് സെക്രട്ടറിയെ ബലിയാടാക്കി എന്നാണ്. അയാൾക്ക് അങ്ങനെയല്ലാതെ എന്നോടല്ലേ എൻ്റെ ചോരക്കല്ലേ കുഞ്ഞുകൃഷ്ണൻ നടക്കുന്നത്. ഇപ്പോൾ കേൾക്കുമ്പോൾ അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. ഈ ഓഫീസിൽ തന്നെ സ്ഥിരമായിട്ട് തെരഞ്ഞെടുപ്പ് സമയത്ത് നമുക്ക് പോകാൻ സാധിക്കുന്ന ഇതാണ്. എന്നെന്തിനാ ഒരു ഓഫീസ് സെക്രട്ടറി രക്ഷപ്പെടുത്തേണ്ടത്? ഞാൻ ആ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഈ ഫണ്ട് റെസീറ്റ് എടുത്തിട്ട് നടന്നിട്ടുള്ള ഒരാളാണ്. സ്ഥാനാർത്ഥിയല്ലേ, ഡോക്ടർ അരുണിന് മനസ്സിലാവില്ല ഒരു സ്ഥാനാർത്ഥി എങ്ങനെയാണ് ഒരു മണ്ഡലത്തിൽ പ്രവർത്തിച്ച് വരുന്നത് എന്ന്. ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഒരു മിനിറ്റ് നമുക്ക് സമയം ഉണ്ടാവും. ഈ പയ്യന്നൂർ മണ്ഡലം എന്ന് പറയുന്നത് കേരളത്തിൽ തന്നെ ഏറ്റവും വിസ്തൃതമായിട്ടുള്ളൊരു മണ്ഡലമാണ്. ഒരു പശ്ചിമഘട്ടം മുതൽ അറബിക്കടൽ വരെ നീണ്ടു കിടക്കുന്ന ഒരു 100-120 കിലോമീറ്റർ നീളത്തിലും അതുപോലെ വീതിയിലും നിൽക്കുന്ന ഒരു മണ്ഡലമാണ്. അവിടെ ജനങ്ങളെ കാണാനും ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥാനാർത്ഥി ഈ റെസീറ്റ് എടുത്ത് നടത്തി, പിരിവ് നടത്തി, ഈ തട്ടിപ്പ് നടത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നാളൊക്കെ ആളുകളെ ഇങ്ങനെ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ വേണ്ടി പറ്റും. കുഞ്ഞീഷൻ കൂടിയുള്ള കമ്മിറ്റിയാണ്. കുഞ്ഞീഷൻ തന്നെ ഉത്തരം പറയേണ്ടതാണ്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി നാലാമത്തെ ഒരു ആരോപണം, ഈ ബാങ്കിന്റെ സ്ഥലം ഏറ്റെടുപ്പുമായി ബന്ധപ്പെട്ടൊരു വലിയ റിയൽ എസ്റ്റേറ്റ് ഇടപാട് നടന്നിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. 20 കോടി രൂപയ്ക്ക് ആ സ്ഥലം ഏറ്റെടുക്കുമ്പോൾ നേരത്തെയുള്ളതിനേക്കാൾ 4-5 ഇരട്ടി വില കൊടുത്താണ് ആ സ്ഥലം വാങ്ങിയത്. അത് ചതുപ്പ് നിലമായിരുന്നു എന്നുള്ളതാണ്. ആ റിയൽ എസ്റ്റേറ്റ് ഇടപാടിൽ താങ്കൾക്ക് പങ്കുണ്ടെന്നും താങ്കൾക്ക് ചില റിയൽ എസ്റ്റേറ്റ് മാഫിയ സംഘങ്ങളുമായി ബന്ധമുണ്ട് എന്നുള്ളതുമാണ് ഒരു ആരോപണം. അങ്ങനെ ഏതെങ്കിലും റിയൽ എസ്റ്റേറ്റ് മാഫിയ സംഘവുമായി അടുത്ത സൗഹൃദം താങ്കൾക്കുണ്ടോ? ഒരു അശോകന്റെ പേര് പറയുന്നത് കേട്ടു. സത്യത്തിൽ കുഞ്ഞകൃഷ്ണനൊരു വലിയ അബദ്ധം, അദ്ദേഹം വലിയ കണക്ക് ശാസ്ത്രജ്ഞനാണെങ്കിലും പറ്റിപ്പോയിട്ടുള്ളൊരു സന്ദർഭമാണിത് എന്ന് പറയാതെ വയ്യ. കാരണം പയ്യന്നൂർ റൂറൽ ബാങ്കിന് സ്ഥലം എടുക്കുക എന്ന് പറയുന്നത് അവരാലോചിച്ചു, പാർട്ടി ആലോചിച്ചു. ഞാനന്ന് ബാങ്കിൻ്റെ ഏതെങ്കിലും, ഞാൻ ഇതുവരെ ആ ബാങ്കിൻ്റെ ഭരണസമിതിയിൽ പോലും അംഗമായിട്ടില്ല. ഞാൻ അവിടെ നിന്ന് ഏതെങ്കിലും നിലയിൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ബന്ധപ്പെടുന്ന ഒരാളുമല്ല. അതിൻ്റെ ദൈനംദിന കാര്യങ്ങളിൽ നിന്ന് ഇടപെടേണ്ട ഒരാളല്ല. അദ്ദേഹം ധരിച്ചു വെച്ചത് ഞാനിതിൻ്റെ സബ് കമ്മിറ്റി കൺവീനറൊക്കെ ആയിരിക്കും, പാർട്ടിയുടെ ചുമതലക്കാരനായിട്ട്. അപ്പോൾ ഈ തീരുമാനങ്ങളൊക്കെ പിന്നെ മധു അറിഞ്ഞിട്ടായിരിക്കും എടുത്തിട്ടുണ്ടാവുക. കിടക്കട്ടെ മധുവിന് ഇതും കൂടി എന്ന് ഉള്ള നിലയിലുള്ളൊരു കാര്യമാണ്. പിന്നെ ഈ റിയൽ എസ്റ്റേറ്റ് കാര്യങ്ങളൊക്കെ എനിക്ക് പരിചയമില്ലാത്തൊരു കാര്യമാണ്. നാട്ടിൽ റിയൽ എസ്റ്റേറ്റ് നടത്തുന്നവരൊക്കെ ഉണ്ടാവും. റിയൽ എസ്റ്റേറ്റ് നടത്തുന്ന ആളുകൾ ഈ പറയുന്നവരുടെ കൂട്ടത്തിലും ഉണ്ടാവും എന്നുള്ളത് അന്വേഷിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ അതിനെക്കുറിച്ചിട്ടൊന്നും ആരെയും വ്യക്തിപരമായിട്ട് ആക്ഷേപിക്കാറൊന്നും ഉദ്ദേശിക്കുന്നില്ല. പിന്നെ അതൊക്കെ അന്വേഷിക്കട്ടെ, അതൊക്കെ പുറത്തു വരും. ബാങ്കിൻ്റെ കാര്യത്തിൽ നിയമാനുസൃതമായി അവർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ലീഗൽ അഡ്വൈസ് എല്ലാം നടത്തിയിട്ടാണ് ആ ഭൂമി എടുത്തത്. ഞാൻ ഈ ആരോപണം വന്നതിന് തുടർന്ന് എനിക്ക് സംശയമായി, ഞങ്ങളൊക്കെ എന്തെങ്കിലും ചുമതല ഈ ഘട്ടത്തിൽ പിന്നെ ഇതിൻ്റെ കാര്യത്തിൽ ഏറ്റെടുത്തിട്ടുണ്ടോ? പാർട്ടി ഒരു അന്വേഷണ കമ്മീഷനെ വെച്ച് പൂർണ്ണമായിട്ടും അത് പരിശോധിച്ചു. വ്യക്തിപരമായിട്ട് ഞങ്ങളൊക്കെ ഇല്ലാതാക്കാൻ, ഈ പാർട്ടിയെ ദുർബലപ്പെടുത്താൻ, ശത്രുക്കളുടെ കയ്യിൽ ആയുധമിട്ട് കൊടുക്കാൻ, കേരളത്തിലെ നമ്പർ 1 റൂറൽ ബാങ്കായിട്ടുള്ളൊരു സ്ഥാപനം, തനിക്ക് ഇതുവരെ ചോറ് തന്നിട്ടുള്ളൊരു സ്ഥാപനത്തെ നാടിന് മുന്നിൽ അപമാനിക്കാൻ നടത്തിയിട്ടുള്ള പ്രചരണമാണ് യഥാർത്ഥത്തിൽ റൂറൽ ബാങ്കിൻ്റെ ഭൂമി എടുപ്പിൽ എന്തോ തട്ടിപ്പ് നടത്തിയിട്ടുള്ളത്. ഇപ്പോഴും ആ ഭൂമി അവിടെയുണ്ട്. നിങ്ങൾക്ക് ഏത് മാധ്യമ പ്രവർത്തകനും റൂറൽ ബാങ്കിൽ പോയാൽ അതിന്റെ മുഴുവൻ ഡോക്യുമെന്റും കിട്ടുമല്ലോ. യെസ്, ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ടുള്ള സബ് കമ്മിറ്റിയുടെ കൺവീനറായി താങ്കളായിരുന്നില്ല ഉണ്ടായിരുന്നത്. അത് കുഞ്ഞികൃഷ്ണന് ഒരു തെറ്റിദ്ധാരണ ഉണ്ടായതാണ്. അന്ന് പകരം സി കൃഷ്ണനോ മറ്റോ ആയിരുന്നു അതിന്റെ സബ് കമ്മിറ്റി കൺവീനർ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.